ഇതിപ്പോൾ പറയുകയാണെങ്കിൽ 45 വർഷമായി പൈനാപ്പിൾ ജ്യൂസ് മാത്രം ഇട്ടിരിക്കുന്നു. അത് പൈനാപ്പിൾ ജ്യൂസ് വേറൊരു ജ്യൂസും ഇല്ല. 1 രൂപ മുതൽ തുടങ്ങിയതാണ്. 1 രൂപയായിരുന്നു. അതിപ്പോൾ 20 രൂപയായി. ഇങ്ങനെ 20 രൂപയായി. ഇന്നത്തെ ഡെയിലി ഒരു 10-200 കിലോ ചക്കയുടെ പൈനാപ്പിളിന്റെ ജ്യൂസ് അടിക്കുന്നുണ്ട്. ഊണില്ല, ജ്യൂസ് മാത്രം. ഊണിന് 80, 4 ജ്യൂസിന് അതാകുമ്പോൾ സുഖം. നമ്മളിപ്പോ പുറത്ത് വരുന്ന നാരങ്ങാളം കുടിക്കണമെന്നുണ്ടെങ്കിൽ 20 രൂപ കൊടുക്കണം. സർബത്തിന് അതേ വിലക്കാണ് അല്ലേ? ഒരു 20 രൂപ കൊടുത്ത് നാരങ്ങാളം കുടിക്കുന്നത്. പ്യൂറാണ് സംഭവം. ചങ്ങനാശ്ശേരിയിൽ ഒരു കിടിലൻ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞൊരു കടയാണിത്. ആളുകളെല്ലാം അന്വേഷിച്ചെത്തുന്ന ഒരു കട കൂടിയാണ് ഈ പൈനാപ്പിൾ ജ്യൂസ് മാത്രം കിട്ടുന്ന ഒരു കട. 45 വർഷമായിട്ട് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം വിൽക്കുന്ന ഒരു ഇക്കയാണ് ആ കടയിലുള്ളത്. അവിടുത്തെ അടിപൊളി ഒരു പൈനാപ്പിൾ ജ്യൂസ്, അതും വെറും 20 രൂപ. ഈ കാലത്ത് സർബത്തിനേക്കാൾ വില കുറച്ച് ജ്യൂസ് വിൽക്കുന്നത് ഒരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കും. അപ്പം ആ ജ്യൂസിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പൈനാപ്പിൾ മാത്രം വിൽക്കുന്ന ഇക്കാണ്. പൈനാപ്പിൾ മാത്രം വിൽക്കുന്ന ജ്യൂസ്. പണി തുടങ്ങി അവിടെ? പണി തുടങ്ങി. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഉടനെ ഉള്ള പരിപാടികളേ ഉള്ളൂ. അടിച്ച് അങ്ങനെ വെക്കേണ്ട ആവശ്യം വരത്തില്ല. എൻ്റെ പേര് ഇസ്മായിൽ. എത്ര കൊല്ലമായി ഇത്? ഇതിപ്പോൾ പറയുകയാണെങ്കിൽ 45 വർഷമായി പൈനാപ്പിൾ ജ്യൂസ് മാത്രം ഇട്ടിരിക്കുന്നു. അത് പൈനാപ്പിൾ ജ്യൂസ് വേറൊരു ജ്യൂസും ഇല്ല. 1 രൂപ മുതൽ തുടങ്ങിയതാണ്. 1 രൂപയായിരുന്നു. അതിപ്പോൾ 20 രൂപയായി. ഇങ്ങനെ 20 രൂപയായി. 20 രൂപ ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു 10 വർഷമായി. സോഡാ നാരങ്ങ വെള്ളത്തിന്റെ അതേ വില തന്നെ. 30 രൂപ വരെ വയ്ക്കുന്നു. 25. 20 രൂപയുള്ളൂ. ഇന്നത്തെ ഡെയിലി ഒരു 10-200 കിലോ ചക്കയുടെ പൈനാപ്പിളിന്റെ ജ്യൂസ് അടിക്കുന്നുണ്ട്. നമ്മളിതുവഴിയൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളിതിലോട്ടും കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത്. ആദ്യമായിട്ട് കുടിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. എനിക്ക് പോകുമ്പോഴത്തേക്ക് കയറാറുള്ളതാണ്. തൊട്ടപ്പുറത്തായിരുന്നു. ഞങ്ങൾ ആദ്യമേ കൊണ്ട് അവിടെ വണ്ടി വെച്ചു. അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് അടച്ചിട്ടേക്കുവാണ്. പിന്നെ തിരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ അവിടെ ഇവിടെ ഉണ്ട്. ഇക്കാടെ എപ്പോഴും വന്ന് നമ്മൾ കുടിക്കാറുള്ളതാണ്. നമ്മളിപ്പോൾ പുറത്ത് വരുന്ന നാരങ്ങാളം കുടിക്കണമെന്നുണ്ടെങ്കിൽ 20 രൂപ കൊടുക്കണം. സർബത്തിന് അതേ വിലക്കാണ് അല്ലേ? ഒരു 20 രൂപ കൊടുത്ത് നാരങ്ങാളം കുടിക്കുന്നത്. നമ്മൾ സ്ഥിരം വന്ന് കുടിക്കുന്നു. വലിയ മായോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ അങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലെ പോകുമ്പോഴത്തേക്ക് കൂട്ടുകാരായിട്ട് വരുമ്പോഴത്തേക്ക് കയറും കുടിക്കുന്നത്. ഇന്ന് സുഹൃത്തുമായിട്ട് വന്നതാണ്. നമ്മൾ ഓഫീസിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ മാറ്റി. മിക്സി ബ്രൗണിന്റെ മിക്സി ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. ബ്രൗൺ കമ്പനിയുടെ ആ മിക്സി ഇതുപോലൊരു വ്യത്യസ്തമായിട്ടൊരു ഇത് തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജ്യൂസ് കച്ചവടം വെച്ചാൽ ഞാനൊരു അച്ചായൻ്റെ ആയിരുന്നു ഈ കട. ആ അച്ചായന് പ്രായമായപ്പോൾ അതെനിക്ക് വിട്ടു തന്നു. ആ കടയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് തന്നെ 36 വർഷമായി. 45 വർഷമായി. ഇപ്പോഴാണെങ്കിൽ ജ്യൂസർ മെഷീൻ. പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഈ മിക്സി തന്നെ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ അത് ഒരേന്ന് എടുക്കുമ്പോൾ നമ്മുടെ പണിക്ക് ഇവിടെ 10-100 ജ്യൂസ് മേളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് പറ്റത്തില്ല നമുക്ക്. ഈ മിക്സിയെ പറ്റത്തുള്ളൂ. അത് ഇതുപോലെ ക്ലിയർ ആയിട്ട് ഇതിൽ അതുപോലെ തന്നെ അടിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആരും അത് സത്യം പറയാൻ ഒന്നുമല്ല. അടിക്കുക ഒഴിക്കുക ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചൂടായി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒന്നും ചേർക്കുന്നില്ല.
ഇതുപോലെ അടിച്ച് ഇത് അടിച്ച് ഇപ്പം ആ ഫ്രഷ് ജ്യൂസ് ഇതാണ്. ഇത് തന്നെ ഇങ്ങനെ ഈ അരിപ്പയിൽ അടിച്ച് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ സ്റ്റോർ ചെയ്യുക. അത് ഉടനെ പൊക്കോളൂ. അത് താമസമില്ല, ഒരുപാട് വെക്കുന്നില്ല. അത് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉടനെ അടിക്കുക. 200 കിലോ പൈനാപ്പിളിന്റെ ജ്യൂസ്. അത് പാമ്പാടിയിൽ നിന്നുണ്ട്, വാഴക്കുളംകാർ കൊണ്ടുതരും. പാമ്പാടി, അയർക്കുന്നം, അവിടെ എല്ലാം നമുക്ക് ഇപ്പം ഇത്രയും വർഷം പഴക്കമായതല്ലേ, അപ്പോൾ അവർക്കെല്ലാം അറിയാം. അവർ വിളിച്ച് ചോദിക്കും, അവർ സാധനം ഇറക്കി തരും. ജ്യൂസ് 20 രൂപയ്ക്ക് കൊടുക്കുന്നത്. ആഴ്ച 10,500 കിലോ ചക്കയുടെ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ചയും ഉണ്ട്. അവധിയൊന്നുമില്ല. മഴക്കാലത്തുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാം നല്ല എല്ലാ ദിവസവും ഉണ്ട്. അടിപൊളി എന്ത് സുഖം. ഓഹോ പിന്നെ കുടിച്ചില്ലേ നമുക്ക് എനർജി ഇല്ല. ചൂടല്ലേ, തണുപ്പിക്കുക. ഞാൻ 18 ഉച്ചക്ക് ഊണില്ല, ജ്യൂസ് മാത്രം. ഊണിന് 80, 4 ജ്യൂസിന് അതാണ് കഴിക്കാൻ സുഖം. വണ്ടി കാളവണ്ടിയില് 10ഉം 50ഉം കാളവണ്ടിയായി ഇങ്ങനെ വന്ന് കടയുടെ വായിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു കാളവണ്ടി. ഇന്ന് ബൈക്കും കാര്യം ആ കാലഘട്ടം ചന്തയ്ക്ക് പോകുന്ന വണ്ടി എല്ലാം കൊണ്ടുവന്ന് അവിടെ അതൊക്കെ അവരൊന്ന് വിശ്രമിച്ച് അന്നത്തെ അച്ചായന്മാര് അവിടെ കൊണ്ടുവന്ന് വിശ്രമിച്ചിട്ടിട്ട് നമ്മുടെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകത്തുള്ളൂ. അന്ന് വെരൂർ സ്കൂളിന്റെ വാതിലായിരുന്നു. മൂന്നാമത്തെ അങ്ങനെയുള്ള ഇതായിരുന്നു. എന്നൊക്കെ എനിക്ക് അന്ന് 10-15 വയസ്സുള്ള കാലഘട്ടത്തിലാണ്. അന്ന് 15 വയസ്സിൽ ഞാൻ കയറിയ ജ്യൂസിന്റെ പരിപാടിയായിട്ട്. ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴെല്ലാം ഇവിടെ കയറാറുള്ളതാണ്. സ്ഥിരം വരുന്നതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് നേരത്തെ അപ്പുറ സൈഡിലായിരുന്നു, അവിടെ കഴിക്കാൻ ഇങ്ങോട്ട് മാറ്റി ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഈ ചക്ക എല്ലാം ഇന്ന് തന്നെ തരും. ഇനിയും ചെത്താൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ എല്ലാം തീരും. ഇല്ല, പൈനാപ്പിൾ അന്നപ്പോ ഫ്രഷ് ആയിട്ട് കുടിക്കാനേ കൊള്ളത്തുള്ളൂ. അതല്ലാതെ അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ല. പൈനാപ്പിളിന് അങ്ങനെ ഏത് ജ്യൂസിൽ പൈനാപ്പിള് ഉടനെ ആ ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതാണ് പൈനാപ്പിളിന്റെ ടേസ്റ്റ്. അതാണ് നമ്മുടെ പ്രത്യേകതയും അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇത് അടിച്ച് കുറച്ച് അവിടെ പാത്രത്തിൽ വെച്ചിട്ട് കോരിക്കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. വരുന്നവർക്ക് ഉടനെ അടിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഞാനിവിടെ ഇതിനകത്തൊരു 10-50 എണ്ണം ഇതിനകത്ത് കൊള്ളും. 50 എണ്ണം എന്ന് പറഞ്ഞാൽ അത് അരമണിക്കൂർ കൊണ്ട് ആ സാധനം തീർന്നിരിക്കും. അരമണിക്കൂർ വേണ്ട ആ സാധനം ആൾക്കാർ വരുന്നതനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ച് അടിച്ചടിച്ചിരിക്കും നല്ല. അല്ലാതെ ഇത് അടിച്ച് കുറച്ചു നേരം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ജ്യൂസിന് ഇതില്ല. ഞങ്ങളിവിടെ ഇടയ്ക്ക് കുടിക്കാൻ വരാറുണ്ട്. നല്ല ജ്യൂസാണ്. ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റാണ് ഇത് കുടിക്കുന്നത്. ഇല്ല, ഇവിടെ ഈ പരിസരത്തില്ല. ഫസ്റ്റാണ്. പൈനാപ്പിൾ 12 മാസവും ഉണ്ട്. പിന്നെ മഴക്കാലം ആകുമ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ ചക്കയ്ക്ക് ആ പുളിപ്പ് വരും. അപ്പോൾ ഈ ഇത്രയും നമുക്ക് ഉണക്കത്ത് കിട്ടുന്ന ചക്കയുടെ ടേസ്റ്റ് കിട്ടത്തില്ല, വെക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഉണ്ടല്ലോ ഫ്രീസറിലൊക്കെ വെച്ച്. അങ്ങനെയൊന്നും വെച്ചാൽ പൈനാപ്പിൾ കൊള്ളത്തില്ല. വേറെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് അങ്ങനെ വെക്കാം. പൈനാപ്പിൾ ചെത്തിയത് എടുത്ത് ഫ്രിഡ്ജിലോ വെച്ചാലും അതും എടുത്ത് ജ്യൂസ് അടിച്ചാൽ പോലും നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. എല്ലാ ദിവസവും ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പൈനാപ്പിളിൻ്റെ ടേസ്റ്റിന് വേണ്ടി ഒരു ശകലം പഞ്ചസാര ചേർക്കും. വേണ്ടാത്തവർക്ക് വേണ്ടാത്ത ഇതിൽ അടിക്കും. എന്നാലും സ്വല്പം പൈനാപ്പിളിന് ഇത് വേണം.
ഇതാണ് നമ്മുടെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്. ആ, പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ അല്ലേ? പൈനാപ്പിൾ മാത്രം. അടിപൊളി. അപ്പം 45 വർഷമായിട്ടുള്ള നമ്മുടെ ഇസ്മായിലിക്കയുടെ കടയിലെത്തിയതാണ് പൈനാപ്പിൾ ജ്യൂസ് മാത്രം വിൽക്കുന്ന നമ്മുടെ ഇസ്മായിലിക്ക. അപ്പോൾ എന്തായാലും 20 രൂപയാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിന്. ഈ കാലത്ത് സർബത്ത് പോലും കുടിക്കണമെങ്കിൽ 20ഉം 25ഉം ഒക്കെ കൊടുക്കണം. ആ ഒരു സമയത്താണ് 20 രൂപയ്ക്ക് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. ജ്യൂസ് കുടിച്ചാൽ ഇവിടെയൊക്കെ പറ്റിയിരിക്കണം അല്ലേ, പൈനാപ്പിൾ ജ്യൂസ്. എന്തായാലും ഒരുപാട് ആളാണ് ഇവിടെ എത്തുന്നത് കുടിക്കാനായിട്ട്. സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ തന്നെ തൊട്ടപ്പുറത്തായിരുന്നു കട, അവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഇവിടെയൊക്കെ തപ്പി നടന്ന് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ മടുക്കുംമൂട് അല്ലേ, കടയുടെ പേര് മടുക്കുംമൂട് ജ്യൂസ് കട. കടയുടെ പേരും മടുക്കുംമൂട് ജ്യൂസ് കട എന്നാണ്. അപ്പോൾ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ, വെരൂർ പള്ളി. ഓക്കെ, ആ വെരൂർ പള്ളിയുടെ തൊട്ടടുത്താണ് നമ്മളെ മടുക്കുംമൂട് ജ്യൂസ് കട, പൈനാപ്പിൾ ജ്യൂസ് കട. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക.